നമ്മളിന്ന് മൂന്നാറിലാണ് ഉള്ളത്. മൂന്നാറിൽ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കാണ് സന്ദർശിക്കുന്നത്. ഇരവികുളം എന്ന് പറയുമ്പോൾ വരയാടുകളും അതുപോലെ തന്നെ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇവിടുത്തേത്. പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങളും മലമടക്കുകളും എല്ലാം സഞ്ചാരികളെ അത്രയ്ക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ മൂന്നാറിൽ നിന്ന് ബസ്സിലാണ് ഇവിടത്തേക്ക് വന്നത്. മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഇരവികുളം ഇറങ്ങിയിരിക്കുകയാണ്. ബസ് നാഷണൽ പാർക്കിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് നിർത്തി തന്നു. അപ്പം നിരവധി സഞ്ചാരികളെ നമുക്കിവിടെ കാണാം. ടിക്കറ്റിനായിട്ട് വലിയൊരു ക്യൂ തന്നെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ സന്ദർശകർ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മുൻവശത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പം നമുക്കിതിനകത്തൊരു കൗണ്ടർ കാണാം കേട്ടോ. ഒരു ആദിവാസി ഊരുകളിൽ നിന്ന് ലഭിക്കുന്ന ശർക്കര, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുന്തിരിക്കം, തേൻ ഇവയെല്ലാം വിൽക്കുന്ന ഒരു കൗണ്ടറാണ് ഇത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. മുതിർന്നവർക്ക് 200 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ക്യാമറക്ക് 50 രൂപയും വീഡിയോ ക്യാമറക്ക് 350 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. അതുപോലെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇവിടെ സന്ദർശകരെ അനുവദിക്കുന്നതല്ല. ആ സമയങ്ങളിൽ വരയാടുകളുടെ പ്രജനന സമയമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇത് അടച്ചിടും. അങ്ങനെ നമ്മൾ താഴെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് കയറണം. അവിടെ നിന്നാണ് നമുക്ക് രാജമലയ്ക്കുള്ള ബസ് ലഭിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് കുറച്ചും കൂടി മുൻവശത്തേക്കായിട്ട് നമുക്ക് പാർക്കിംഗ് ഏരിയ കാണാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറും അതിൻ്റെ പരിസരവും തന്നെ വളരെ മനോഹരമായിട്ടോ കാണുവാനായിട്ട്. നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറുവാണ്. അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ബസ് ലഭിക്കുക. മുകൾ ഭാഗത്ത് നമ്മൾ കയറിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മൾ ഈ കാണുന്നത് നമ്മൾ ബസ്സിൽ വന്നിറങ്ങിയ റോഡാണ്. മുകളിൽ നമ്മൾ വലിയൊരു ഹാളിലേക്കാണ് എത്തിച്ചേരുക. തൊട്ടടുത്തായിട്ട് ഒരു സ്നാക്സ് എല്ലാം കഴിക്കാൻ പറ്റിയൊരു ഷോപ്പും ഉണ്ട്. അപ്പോൾ ഈ ഹാളിനകത്തായിട്ട് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. വരയാട്, നീലക്കുറിഞ്ഞി ഇവയെക്കുറിച്ചെല്ലാം നമുക്കിതിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. അങ്ങനെ നമ്മൾ ബസ്സിനായിട്ടുള്ള വരിയിൽ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റെല്ലാം ഇവർ ചെക്ക് ചെയ്ത് നമ്മൾ ബസ്സിലേക്ക് കയറുവാണ്. നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞ് മുൻവശത്തുള്ള ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മെയിൻ റോഡിന് തൊട്ട് സൈഡിലൂടെ ഒരു റോഡ് കാണും. അപ്പോൾ അതിലൂടെ നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ്. കുറച്ച് ദൂരം നമ്മൾ മുൻപോട്ടേക്ക് ചെന്നപ്പോൾ കോടമഞ്ഞാണ് നിറച്ചും, വഴിയിലെല്ലാം കോടമഞ്ഞ്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ളൊരു താഴ്വാരത്തെത്തി. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ നമ്മൾ ബസ് പോവുകയാണ് കേട്ടോ. അപ്പം കോടമഞ്ഞ് കൊണ്ട് ദൂരത്തേക്കുള്ള ഒരു കാഴ്ചയും നമ്മൾ കാണുന്നില്ല. അതിശക്തമായിട്ടുള്ള തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം ചില സമയങ്ങളിൽ കോടയില്ലായിരുന്നു. അപ്പം നമുക്ക് തേയിലത്തോട്ടവും അതിൻ്റെ നടുവിലൂടെയുള്ള നമ്മുടെ യാത്രയെല്ലാം അതിമനോഹരമായിരുന്നു കേട്ടോ. നമ്മൾ പോണ വഴിയിൽ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാമായിരുന്നേ. അപ്പം കുറച്ച് സമയം അവിടെ നമ്മളെ ബസ് നിർത്തി തന്ന ഡ്രൈവർ. അങ്ങനെ നമ്മുടെ രാജമലയുടെ അടിവാരത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് വരയാടുകളെല്ലാം കാണാമായിരുന്നു. അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓരോ 10 മിനിറ്റിലും ഇവിടത്തേക്ക് ബസ്സുണ്ട്. അതുപോലെ ഇവിടെ നിന്നും ഓരോ 10 മിനിറ്റിലും നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്കും ബസ്സുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഇവിടെ നിന്നും മുകളിലേക്ക് നടന്ന് വേണം കയറാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു സ്നാക്സൊക്കെ ലഭിക്കുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. അതുപോലെ ഒരു കുഞ്ഞ് മ്യൂസിയം പോലുള്ള സ്ഥലമുണ്ട്. പിന്നെ ക്യാപ്പ്, ബാഗ് എല്ലാം മേടിക്കാൻ പറ്റിയ ചെറിയൊരു കടയുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. വരയാടുകളെ നമുക്ക് ഇവിടെ തന്നെ താഴെ തന്നെ കാണാമായിരുന്നു കേട്ടോ. കുറച്ചെണ്ണം നമ്മളെ ആളുകളെയൊന്നും ഭയമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം കാണിച്ച് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നല്ലപോലെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മഴയുണ്ട്, അതുപോലെ നല്ല തണുപ്പുണ്ട്, മൂടൽമഞ്ഞും. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ മുൻപോട്ടേക്ക് പോകുമ്പോഴേക്കും നമുക്ക് വരയാടുകളെ കൂടുതലായിട്ട് കാണാമായിരുന്നു. നമ്മൾ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്, നോർത്ത് ഇന്ത്യ ഫോറിനേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു സഞ്ചാരികളായിട്ട്. നമ്മൾ ഈ വരയാടിന് ഭക്ഷണമോ അതുപോലെ അവയെ തൊടാനോ ഒന്നും പാടില്ല. അപ്പോൾ അവർ സ്വൈര്യവിഹാരം നടത്തുന്ന സ്ഥലമാണിത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളാണ് പെരുമാറേണ്ടത്. എന്നാൽ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ട് ചിലർ അവയെ പോയി പിടിക്കുകയും തൊട്ടടുത്ത് നിന്ന് സെൽഫി എടുക്കുക, ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത് എന്ന്. അപ്പോൾ ചില ആളുകൾ ഇത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. അവർ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തെ പോലെ അതിനോട് പെരുമാറുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടമാണ് കേട്ടോ തോന്നുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടങ്ങളിൽ നിന്നെല്ലാം ചെറിയ പൈപ്പിൽ താഴത്തേക്ക് വെള്ളം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മുൻപോട്ടേക്ക് നടന്നപ്പോൾ ആദ്യമായിട്ടൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്.
അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അതിനാലൊക്കെ നമുക്ക് മുകളിലേക്കുള്ള കയറുന്നത് അത്ര പ്രയാസമായിട്ട് തോന്നുന്നില്ല. ആ മുകളിലേക്ക് ചെല്ലുന്നതിനനുസരിച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത്. കോടമഞ്ഞുണ്ട്, ചെറുതായിട്ടുള്ള മഴ, അതുപോലെ അത്യാവശ്യം ആളുകൾ, എല്ലാം കൂടി ഇവിടെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മുകളിൽ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇരിപ്പിടങ്ങളെല്ലാം മരത്തടിയിലാണ് ചെയ്തിരിക്കുന്നത്, മരം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള കുറേ സസ്യങ്ങളും പുഷ്പങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. നമ്മൾ കുറച്ച് മുൻപോട്ടേക്ക് ചെന്നപ്പോൾ 2 വരയാടുകളുണ്ട് റോഡിൽ. അപ്പോൾ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇങ്ങോട്ടേക്ക് ഭക്ഷണമോ മറ്റു സാധനങ്ങളൊന്നും കടത്തിവിടില്ല. അപ്പോൾ വരയാടുകളെ സംരക്ഷിക്കുന്ന ഇതിനുള്ള സ്ഥലമായതിനാലാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്. നമ്മൾ കുറച്ച് സമയം അവ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി നിന്നു. ശരിക്കും നമ്മളെ നാട്ടിൽ കാണുന്ന ആട് തന്നെയാണ് കേട്ടോ ഇത്. എന്നാൽ അതിൻ്റെ കളറിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. വേറെ വലുതായിട്ടൊന്നും വ്യത്യാസം എനിക്ക് തോന്നിയില്ല. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോൾ നീലക്കുറിഞ്ഞി എന്നൊരു ബോർഡ് കാണാം. അപ്പോൾ അതിലെ നീലക്കുറിഞ്ഞിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയ നാമം, അതുപോലെ ഏത് സമയത്താണ് നീലക്കുറിഞ്ഞി പൂക്കാറുള്ളത്, മുഴുവൻ കാര്യങ്ങളും നമുക്കിതിൽ വിവരിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുൻപോട്ടേക്ക് നടക്കുകയാണെങ്കിൽ നമ്മൾ, അപ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാമായിരുന്നു. മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് നല്ല തണുപ്പായിരുന്നു കേട്ടോ. സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് മുകളിലേക്ക് എത്തുമ്പോൾ. അത് നമ്മൾ വീണ്ടും മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ ഒരു ചൂരൽ കൊണ്ടൊരു ആർച്ചെല്ലാം പണിത് വെച്ചിരിക്കുന്നുണ്ട്. കുറിഞ്ഞി ഗാർഡൻ എന്നാണ് ആ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ അവിടെ തിരിച്ചു വരുമ്പോൾ പോകാമെന്ന് കരുതി നമ്മൾ മുൻപോട്ടേക്ക് തന്നെ നടന്നു. അപ്പോൾ റോഡിൻ്റെ നടുവിലും മുകളിലായിട്ടെല്ലാം കുറേ വരയാടുകളുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം വരെ എത്തി. പൊതുജനങ്ങൾക്ക് ഇവിടെ വരെയാണ് കേട്ടോ പ്രവേശനമുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കാനും കാഴ്ചകൾ കാണാനെല്ലാം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ചില സമയങ്ങളിൽ ഓട്ടോയോ അതുപോലെ ജീപ്പെല്ലാം പോകുന്നത് കാണാം. നിറയെ ആളുകളെ ആയിട്ടാണ് ഇവയെല്ലാം പോകുന്നത്. അപ്പോൾ നമുക്ക് നടന്നു മാത്രമേ ഇവിടെ വരെ പ്രവേശനമുള്ളൂ. ഇതിന് തൊട്ട് അപ്പുറത്തായിട്ടൊരു ആദിവാസി ഊര് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന ആളുകളാണ്, അവിടത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. കോടയിൽ മൂടി നിൽക്കുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കാഴ്ചാനുഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫുള്ള് കോടയാണ്. ചില സമയങ്ങളിൽ കോട നീങ്ങുമ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കാണാം. അപ്പം ഇവിടെ ഒരു വരയാട് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം ഞാൻ അതിനെ നോക്കി നിന്നു. നമ്മൾ ഈ കാണുന്ന ജീപ്പെല്ലാം ആദിവാസി ഊരിലേക്ക് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ കുറിഞ്ഞി ഗാർഡൻ എന്നൊരു ബോർഡ് കണ്ടില്ലേ, അവിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയ നടപ്പാതയാണ്. അപ്പോൾ ഇരുവശത്തും മരം കൊണ്ടുള്ള കൈവരിയുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരത്തായിട്ട് നല്ല മഞ്ഞ് കാണാം നമുക്ക്. അപ്പോൾ ചെറിയ മഴയുള്ളതിനാൽ പോണ വഴിയിലെല്ലാം നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത് മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ്. ചുറ്റുപാടും നമുക്ക് കാട് പോലെ തോന്നും. നടുവിലൂടെ കല്ലുകൊണ്ടുള്ളൊരു നടപ്പാതയും, അതുപോലെ ചില സ്ഥലങ്ങളിൽ ചൂരൽ കൊണ്ടുള്ള ഇരിപ്പിടങ്ങളും കാണാൻ കേട്ടോ. കുറച്ച് സമയം നമ്മൾ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നമ്മൾ തിരിച്ച് റോഡിലേക്ക് തന്നെ കയറി. അപ്പം ഓട്ടോയിലെല്ലാം പോകുന്നത് ആദിവാസി ഊരിലേക്ക് പോകുന്നവരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. സീസൺ സമയങ്ങളിൽ നമ്മൾ മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാൽ രാജമലയെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചാനുഭവമായിരിക്കും കേട്ടോ നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വരയാടുകളെ നമുക്ക് നല്ലവണ്ണം കാണാം. ചില സമയങ്ങളിൽ വരയാടുകളെ തീരെ കാണാൻ കഴിയില്ല എന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞത്. നമ്മൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണുവാൻ നമ്മൾ അടുത്ത പ്രാവശ്യം വരണമെന്നാണ് കരുതുന്നത്. 2030 കേട്ടോ ഇനി നീലക്കുറിഞ്ഞി പൂക്കുക. അപ്പോൾ ഇവിടുത്തെ തിരക്കൊന്ന് ആലോചിച്ച് നോക്കും. ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 2030 നമ്മൾ പറ്റുവാണെങ്കിൽ നീലക്കുറിഞ്ഞി കാണാൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് താഴത്തേക്ക് എത്തി കേട്ടോ. താഴെ നമ്മൾ എത്തിയപ്പോൾ ഒരു മ്യൂസിയം പോലുള്ള സ്ഥലമുണ്ടല്ലോ, നമ്മൾ അതിലേക്ക് കയറി. അപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് കണ്ടില്ലേ മുൻപ്, അതുപോലെ തന്നെയാണ് നീലക്കുറിഞ്ഞിയെക്കുറിച്ചിട്ടും ഈ ഒരു രാജമലയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ചായയെല്ലാം കുടിച്ചു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കേട്ടോ, തിരിച്ചു പോവുകയാണ്. മനോഹരമായിട്ടുള്ളൊരു യാത്രാനുഭവമായിരുന്നു ഇത്. നമുക്ക് ഈ രാജമലയിലേക്കുള്ള പ്രത്യേകിച്ച് കാലാവസ്ഥയും അതുപോലെ തന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചു വന്ന വരയാടിനെയെല്ലാം നിറയെ കണ്ടതുകൊണ്ട് നമുക്കൊരു ഈ ഒരു യാത്ര ഒരു പ്രത്യേക സന്തോഷം നൽകുന്നത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള കാലാവസ്ഥയും നമ്മൾ കാണണമെന്ന് വിചാരിച്ച കാര്യം അതിൽ കാണാൻ പറ്റുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം നൽകും. അതുമാത്രമല്ല അടുത്ത യാത്രയ്ക്കുള്ളൊരു ശക്തി കൂടിയാണ് ഇത്. നമുക്ക് ഈ ഒരു യാത്രയിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ അടുത്ത യാത്ര പ്ലാൻ ചെയ്യാൻ നമുക്കൊരു മടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് മൂന്നാറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.